ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ +2 ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലത്തെ അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ് നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ എന്താണ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്? നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഓക്കെ, അതേപോലെ തന്നെ ഇലക്ട്രിക് ചാർജിന് എന്തുണ്ട്? ഒരു ലോ ഓഫ് കൺസർവേഷൻ ഉണ്ട്. അതാണ് ലോ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇപ്പോൾ എന്താ ലോ പറയുന്നത്? നമുക്കൊരു ഇലക്ട്രിക് ചാർജ് പുതിയതായിട്ട് ഉണ്ടാക്കാനും പറ്റില്ല, അതേപോലെ ഒരു ഇലക്ട്രിക് ചാർജിന് നമുക്ക് നശിപ്പിക്കാനും പറ്റില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ബോഡിയിൽ നിന്നും വേറൊരു ബോഡിയിലേക്ക് ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ എന്ത് ചെയ്യുള്ളൂ? പറ്റുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ആസ് എ ഹോൾ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ആയിരിക്കും. അതായത് എന്താണല്ലോ, ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആൻ ഇലക്ട്രിക് ചാർജ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഓർ മോർ ബോഡീസ് ടു അതേഴ്സ്. Therefore, the total charge remains constant. അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന് പുറത്തേക്ക് നമുക്ക് ചാർജുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ആ സിസ്റ്റത്തിൻ്റെ പുറത്തുനിന്ന് അകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചാർജുകൾ എടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ചാർജ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ആയിരിക്കും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്യുന്ന എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടു ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയിൽ. അപ്പോൾ അവിടെ എന്തുണ്ടാവണേ? നമ്മുടെ ഗ്ലാസ്സുമെന്ന് കുറച്ച് ഇലക്ട്രോൺസ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണു? സിൽക്കിലേക്ക് ട്രാൻസ്ഫേർഡ് ആവണു ആ റബ്ബിങ്ങിൻ്റെ ഫലമായിട്ട്. പക്ഷേ ആ രണ്ടുമേയും കൂടിയിട്ടുള്ള ടോട്ടൽ ചാർജ് അപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് ആയിരിക്കും. കാരണം എന്താ? ഒരാൾക്ക് നഷ്ടപ്പെട്ട ചാർജാണ് മറ്റേ ആൾക്ക് കിട്ടിയത്. അപ്പോൾ അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് മെത്തേഡ് ഓഫ് ചാർജിങ് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? മെറ്റൽസൊക്കെ ഗുഡ് കണ്ടക്ടേഴ്സാണ്. കണ്ടക്ടറിൻ്റെ പ്രത്യേകത എന്താ? അതിൽ കൂടെ ഇലക്ട്രിക് ചാർജിന് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോ ചെയ്യാൻ പറ്റും, ഒഴുകി പോകാൻ പറ്റും. യാതൊരു തടസ്സങ്ങളും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അതാണ് കണ്ടക്ടർ. അപ്പോൾ നമുക്കറിയാം ചാർജ് രണ്ട് ടൈപ്പ് ഉണ്ട്. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പക്ഷെ അതിൽ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അതിനാണ് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റുക? ഫ്ലോ ചെയ്യാൻ അല്ലെങ്കിൽ ഒഴുകാൻ പറ്റുക. കാരണം പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ പ്രോട്ടോൺസ് എന്ന് പറയുന്നതൊക്കെ എവിടെയായിരിക്കും? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലായിരിക്കും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കണ്ടക്ടറിൽ എപ്പോഴും എന്തുണ്ടാവും? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടാവും. ആസ് എ ഹോൾ ആ കണ്ടക്ടർ എന്തായിരിക്കും? ന്യൂട്രലായിരിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു കണ്ടക്ടറിനെ ഒരു പോസിറ്റീവ് കണ്ടക്ടറാക്കി മാറ്റണം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കണ്ടക്ടറാക്കി മാറ്റണം. അതിന് നമുക്ക് രണ്ട് മാർഗങ്ങളുണ്ട്. ഒരെണ്ണം ബൈ കണ്ടക്ഷൻ മെത്തേഡ്, രണ്ടാമത്തെയാണ് ബൈ ഇൻഡക്ഷൻ മെത്തേഡ്. കണ്ടക്ഷൻ മെത്തേഡിൽ അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റ് വരുന്നുണ്ട്. ഇൻഡക്ഷൻ മെത്തേഡിൽ അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റ് വരുന്നില്ല. ഇടയിലൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. ഇപ്പം നമ്മുടെ ബോർഡുമ്പോൾ കാണിച്ചിട്ടുള്ള ഫിഗറിൽ ഫസ്റ്റ് ഫിഗർ അതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ്റെ. രണ്ടാമത്തെ ഫിഗർ അതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ്റെ. ആ രണ്ടാമത്തെ ഫിഗറിൽ തന്നെ 3 പാർട്ടുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കേസിലും നമ്മളൊരു കണ്ടക്ടറിനെ എങ്ങനെ പോസിറ്റീവ് കണ്ടക്ടറാക്കി മാറ്റാമെന്നാണ് കാണുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കണ്ടക്ടറിനെ നമുക്ക് ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗറ്റീവ് ചാർജുള്ള കണ്ടക്ടറാക്കിയിട്ടും എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ചാർജിങ് ബൈ കണ്ടക്ഷൻ. എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഏത് കണ്ടക്ടറിനെയാണ് ഒരു പോസിറ്റീവ് കണ്ടക്ടറാക്കി മാറ്റേണ്ടത്? ആ കണ്ടക്ടർ ഞാനൊരു ഐസൊലേറ്റഡ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റഡ് സ്റ്റാൻഡുമ വെച്ചേക്കാണ്. അതിനെയാണ് കണ്ടക്ടർ ബി എന്ന് പറയുന്നത്. അതിരിക്കുന്നത് ഒരു ഇൻസുലേറ്റഡ് സ്റ്റാൻഡുമയാണ് എന്ന് പറഞ്ഞ അർത്ഥം ആ ബിക്ക് എന്തെങ്കിലും ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ ആ ചാർജ് അതിൽ തന്നെ നിൽക്കും. പുറത്തേക്ക് എന്ത് ചെയ്യില്ല? ഫ്ലോ ചെയ്ത് പോവില്ല. കാരണം അത് ഇൻസുലേറ്ററുമയാണ് എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത്.
ഇനി അപ്പോൾ ബി എന്ന് പറഞ്ഞത് സ്റ്റാർട്ടിങ്ങിൽ എന്താണ്, വെറും ഒരു കണ്ടക്ടറാണ്. അപ്പോൾ അതിൽ പോസിറ്റീവ് ചാർജുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുകളുടെ എണ്ണമൊക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പക്ഷെ അതിൽ ചാർജിന് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഫ്ലോ ചെയ്യാൻ പറ്റും, കാരണം അത് കണ്ടക്ടറാണ്, അത്രേ ഉള്ളൂ. ഇനി എനിക്ക് എന്ത് ചെയ്യണം, അതൊരു പോസിറ്റീവ് കണ്ടക്ടറാക്കി എന്ത് ചെയ്യണം, മാറ്റണം. അപ്പോൾ അതിന് ഞാൻ ചെയ്യാൻ പോണത്, ഞാൻ മുമ്പ് ഏതെങ്കിലും മെത്തേഡിൽ കൂടെ വേറൊരു കണ്ടക്ടർ പോസിറ്റീവ് കണ്ടക്ടറാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. ഇവിടെ അത് എ എന്ന് പറഞ്ഞ കണ്ടക്ടറാണ്. അങ്ങനെ ആ പോസിറ്റീവ് ആക്കി മാറ്റിയിട്ടുള്ള കണ്ടക്ടർ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ബി എന്ന് പറഞ്ഞ കണ്ടക്ടറായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ ആ എ എന്ന് പറഞ്ഞ പോസിറ്റീവ് കണ്ടക്ടർ ഞാൻ ബി എന്ന് പറഞ്ഞ കണ്ടക്ടറിന് എന്ത് ചെയ്യാണ്, മുട്ടിച്ച് കൊടുക്കുകയാണ്. എയുടെ അടിയിലൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ട്, കാരണം നമുക്കതുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ എയിലത്തെ ചാർജ് എന്ത് ചെയ്യില്ല, മിസ്സായിട്ട് പോവില്ല. അപ്പോൾ ഇങ്ങനെ എ ബീമ കൊടുന്ന് മുട്ടിക്കുമ്പോൾ എന്തുണ്ടാവണേ, നമുക്കറിയാം ബിയിൽ എന്തുണ്ട്, ഒരു കണ്ടക്ടറാണ്. അപ്പോൾ അതിൽ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. ആ സമയം എ എന്ന് പറയുന്നത് എന്താണ്, ഒരു പോസിറ്റീവ് കണ്ടക്ടറാണ്. അതിൽ പ്ലസ് ചാർജ് മാത്രമേ ഉള്ളൂ. പക്ഷേ ബിയിൽ പ്ലസ്സും ഉണ്ടാവും മൈനസും ഉണ്ടാവും, രണ്ടെന്താവും, ഈക്വൽ ആവും. അപ്പോൾ ഈ എ കൊടുന്ന് ബീമെ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ എന്തുണ്ടാവും, ബിയിലത്തെ കംപ്ലീറ്റ് ഇലക്ട്രോൺസ് ബിന്ന് എവിടേക്ക് വരും, എയിലേക്ക് വരും. കാരണം ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്. ബിയിൽ ഇലക്ട്രോൺസ് കൂടുതലാണ്, എയിൽ ഇലക്ട്രോൺസ് ഇല്ല, മീൻസ് നെഗറ്റീവ് ചാർജ് ഇല്ല. അപ്പോൾ ബിന്ന് എയിലേക്ക് ആര് വരും, കംപ്ലീറ്റ് ഇലക്ട്രോൺസ് വരും. അതാണ് ശരിക്ക് അവിടെ നടക്കുന്ന പ്രോസസ്സ്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടായി, ബിയിലത്തെ ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ഇപ്പോൾ പോയി, എവിടേക്ക് പോയി, എയിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇനി ബിയിൽ ആര് മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബി എന്തായി, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടറായിട്ട് മാറി. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ എ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റണം. കാരണം എന്താ, അല്ലെങ്കിൽ ആ എയിലേക്ക് വന്നിട്ടുള്ള ഇലക്ട്രോൺസ് ഒക്കെ തിരിച്ച് ചിലപ്പോൾ ബിയിലേക്ക് തന്നെ വീണ്ടും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കോണ്ടാക്റ്റിൽ നിന്ന് എടുത്ത് മാറ്റുക. അപ്പോൾ നമ്മുടെ ബി എന്തായിട്ട് മാറും, പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് മാത്രമുള്ള ഒരു പോസിറ്റീവ് കണ്ടക്ടറായിട്ട് എന്ത് ചെയ്യും, മാറും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കണ്ടക്ടറിനെ കണ്ടക്ഷൻ വഴി എന്താക്കി മാറ്റുന്നത്, ചാർജഡാക്കി മാറ്റുന്നത്. ഇവിടെ നമ്മൾ പോസിറ്റീവ് ചാർജഡാക്കിയിട്ടാണ് മാറ്റിയത്. ഇവിടെ എന്തുണ്ട്, രണ്ട് കണ്ടക്ടേഴ്സ് തമ്മിൽ എന്തുണ്ട്, ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ട്. സെക്കൻഡ് മെത്തേഡാണ് എന്ത്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അവിടെ എന്ത് സംഭവിക്കണേ, രണ്ട് കണ്ടക്ടേഴ്സ് തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ല. രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ ആ ഫിഗറിൽ നോക്കൂ, സെക്കൻഡ് ഫിഗറിലത്തെ ഫസ്റ്റ് പാർട്ട് എ എന്ന് പറഞ്ഞ ഫിഗർ. ഞാൻ എന്താ ചെയ്യണേ, ഒരു ന്യൂട്രൽ കണ്ടക്ടർ ഞാൻ ആദ്യം എടുത്തു. ന്യൂട്രൽ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതുമ്പോൾ പ്ലസ്സും മൈനസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചേക്കാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കി മാറ്റിയിട്ടുള്ള ഒരു കണ്ടക്ടർ ഞാൻ മുമ്പേ നെഗറ്റീവ് ആക്കി മാറ്റിയിട്ടുണ്ട്. മീൻസ് അതിൽ നെഗറ്റീവ് ചാർജ് മാത്രമേ ഉണ്ടാവുള്ളൂ മെയിനായിട്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും കൂടുതൽ. അപ്പം നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കി മാറ്റിയിട്ടുള്ള കണ്ടക്ടർ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ശരിക്കുള്ള കണ്ടക്ടർ മീൻസ് ന്യൂട്രലായിട്ട് നിൽക്കുന്ന കണ്ടക്ടറിൻ്റെ തൊട്ടടുത്തേക്ക് കൊണ്ടുവരികയാണ്. മുട്ടിക്കണില്ല, തൊട്ടടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്തുണ്ടാവും, ആ അടുത്തേക്ക് നമ്മൾ കൊടുന്ന കണ്ടക്ടർ നെഗറ്റീവ്ലി ചാർജ്ഡാണ്. അപ്പോൾ ആ കണ്ടക്ടർ എന്ത് ചെയ്യും, നമ്മുടെ ന്യൂട്രലായിട്ടുള്ള കണ്ടക്ടറുമുള്ള ഇലക്ട്രോൺസിനൊക്കെ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. കാരണം എന്താ, രണ്ടും സെയിം ചാർജാണ്. അപ്പോൾ നമ്മുടെ ശരിക്കുള്ള കണ്ടക്ടറുമേ ഇലക്ട്രോൺസൊക്കെ എവിടേക്ക് പോവും, റൈറ്റ് സൈഡിലേക്ക് പോവും. ലെഫ്റ്റ് സൈഡിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, പോസിറ്റീവ് ചാർജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് കാരണം എന്താണ്, നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കണ്ടക്ടർ ഇതിൻ്റെ അടുത്തേക്ക് കൊടുന്നപ്പോൾ മറ്റേ കണ്ടക്ടറിലത്തെ ഇലക്ട്രോൺസിനൊക്കെ അത് എന്ത് ചെയ്തു, റിപ്പൽ ചെയ്തിട്ട് തള്ളി മാറ്റി. അപ്പോൾ ഇലക്ട്രോൺസൊക്കെ അറ്റത്തായി, പോസിറ്റീവ് ചാർജ് മാത്രം എന്തായി, ലെഫ്റ്റ് സൈഡിലും ആയി. അതായത് ആ ന്യൂട്രൽ ആയിട്ടുള്ള കണ്ടക്ടറിലത്തെ ചാർജുകൾ പ്ലസും മൈനസും രണ്ട് സൈഡുകളിലേക്ക് പോയി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേ, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വെച്ചിട്ടുള്ള നെഗറ്റീവ്ലി ചാർജ് കണ്ടക്ടർ അവിടുന്ന് മാറ്റണില്ല. കാരണം അത് മാറ്റി കഴിഞ്ഞാൽ ഈ പ്ലസും മൈനസും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോയത് എന്താവും, തിരിച്ച് പഴയ പോലെയാവും. അപ്പം നെഗറ്റീവ്ലി ചാർജ് കണ്ടക്ടർ അവിടുന്ന് മാറ്റാണ്ട് തന്നെ ഞാൻ നമ്മുടെ ശരിക്കുള്ള കണ്ടക്ടറിനെ എന്ത് ചെയ്യാണ്, എർത്ത് ചെയ്യാണ്. എർത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ, ആ കണ്ടക്ടറിൽ വന്നൊരു വയർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഭൂമിയിലേക്ക് കൊടുക്കുകയാണ്. അതാണ് ബി എന്ന് പറഞ്ഞ ഫിഗറിൽ കാണിച്ചേക്കണേ. അപ്പോൾ എന്തുണ്ടാവണേ, നമ്മുടെ ശരിക്കുള്ള കണ്ടക്ടർ എർത്ത് ചെയ്തപ്പോൾ
അതിലത്തെ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്തു, എർത്തിലേക്ക് പോയി. കാരണം എന്താ, ഇലക്ട്രോൺസ് നമ്മളത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എർത്തിലേക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജൊക്കെ എവിടേക്ക് ഫ്ലോ ആയി പോവും, ഭൂമിയിലേക്ക് ഫ്ലോ ആയി പോവും. അതേസമയം അത് മൊത്തം പോസിറ്റീവ് ചാർജ് പോവില്ല. കാരണം എന്താ, അതിന് തൊട്ടടുത്ത് നമ്മൾ നെഗറ്റീവ്ലി ചാർജ് കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജിന് ആ നെഗറ്റീവ്ലി ചാർജ് കണ്ടക്ടറുമ്പോൾ തന്നെ നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്ത് പിടിച്ചേക്കാണ്. അതുകൊണ്ട് ആ പോസിറ്റീവ് ചാർജ് പോവില്ല. ആര് മാത്രം പോവും, നെഗറ്റീവ് ചാർജ് മാത്രം പോവും. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേ, മറ്റേ തേർഡ് ഫിഗറിൽ സീല് ആ എർത്തിങ്ങിൻ്റെ വയർ ഉടൻ തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, മാറ്റുകയാണ്. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അടുത്ത് കൊടുന്ന് വെച്ചിട്ടുള്ള ആ നെഗറ്റീവ്ലി ചാർജ് കണ്ടക്ടറും എന്ത് ചെയ്യാണ്, എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ പിന്നെന്താണ്, നമ്മുടെ ശരിക്കുള്ള കണ്ടക്ടറിൽ പ്ലസ് ചാർജ് മാത്രമേ ഉള്ളൂ. ഒപ്പം തന്നെ അത് മൊത്തം നെഗറ്റീവൊക്കെ പോയി. പിന്നെ ഇപ്പോൾ എന്തും കൂടി ഉണ്ടായി, എർത്തിങ് പോയി. അതേപോലെ തൊട്ടടുത്ത് കൊടുന്ന് വെച്ചിട്ടുള്ള നെഗറ്റീവ് ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് ഇപ്പോൾ പോയി. കാരണം അത് അവിടുന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇനി നമ്മുടെ കണ്ടക്ടറും എന്ത് മാത്രമേ ഉള്ളൂ, പ്ലസ് ചാർജ് മാത്രമേ ഉള്ളൂ. വേറെ ചാർജിൻ്റെ ഒന്നും ഇൻഫ്ലുവൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് ആ പ്ലസ് ചാർജ് ആ കണ്ടക്ടറുമ്പോൾ യൂണിഫോം ആയിട്ട് എന്താവും, സ്പ്രെഡ് ആവും. കാരണം എന്താ, ഒരു കണ്ടക്ടർ വേറെ ഒന്നിൻ്റെയും ഇൻഫ്ലുവൻസിലല്ലെങ്കിൽ അതും ഏത് ചാർജുള്ളേ ആ ചാർജ് അതുമ്പോൾ യൂണിഫോം ആയിട്ട് എന്താവും, സ്പ്രെഡായിട്ട് നിൽക്കും. അതാണ് സി എന്ന് പറഞ്ഞ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടക്ടറിനെ നമ്മൾ എന്താക്കി മാറ്റി, പോസിറ്റീവ്ലി ചാർജ് കണ്ടക്ടറാക്കി മാറ്റി. ഇവിടെ നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് ഏതാ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. കാരണം എന്താ, ഇവിടെ നമ്മൾ അടുത്ത് ഏതൊരു ചാർജിനെ ഒരു കണ്ടക്ടറിനെ കൊടുന്ന് വെച്ചിട്ട് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് മറ്റേമേ. അല്ലാണ്ട് എന്തില്ല, രണ്ടും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് മെത്തേഡ്സ്. നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് എന്ത്, കൂളംസ് ലോ അല്ലെങ്കിൽ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രോബ്ലംസ് വരാറുണ്ട്. അതേപോലെ ഇതിൻ്റെ ഡെഫിനിഷനും ഇക്വേഷനും ഇത് ലോ എക്സാമിന് സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കൂളംസ് ലോൻ്റെ കൺസെപ്റ്റ് നോക്കാം. നിങ്ങളവിടെ ഒരു ഫിഗർ കണ്ടിട്ടുണ്ടാവും, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ആ സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരറ്റത്ത് Q1 എന്ന് പറഞ്ഞിട്ടുള്ള ചാർജ് ഉണ്ട്, മറ്റേ അറ്റത്ത് Q2 എന്ന് പറഞ്ഞിട്ടുള്ള ചാർജ് ഉണ്ട്. ആ രണ്ട് ചാർജും പോയിന്റ് ചാർജുകളാണ്. കാരണം എന്താ, ആ പോയിന്റിൽ ആ ചാർജുകൾ നിൽക്കുകയാണ്. അത് അവിടുന്ന് എന്ത് ചെയ്യണില്ല, മൂവ് ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റിൽ Q1 എന്ന് പറഞ്ഞിട്ടുള്ള ചാർജ് ഉണ്ട്, കുറച്ച് നീങ്ങിയിട്ട് വേറൊരു പോയിന്റിൽ Q2 എന്ന് പറഞ്ഞിട്ടുള്ള ചാർജ് ഉണ്ട്. ഈ രണ്ട് പോയിന്റുകളുടെ ഇടയിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അതാണ് എന്ത്, ബോർഡുമ മാർക്ക് ചെയ്തിട്ടുള്ള R എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൂളംസ് ലോ എന്താ പറയണേ, ഇപ്പം നമുക്കറിയാം രണ്ട് ചാർജുകൾ നിൽക്കുകയാണ് അല്ലേ, കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട്. അപ്പോൾ ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ഒന്നെങ്കിൽ എന്തുണ്ടാവും, അട്രാക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താവും, റിപ്പൾഷൻ ഉണ്ടാവും. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ചാർജും സെയിം ചാർജ് ആണെങ്കിൽ റിപ്പൾഷൻ ആയിരിക്കും, ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ എന്തായിരിക്കും, അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ അതെന്തോ ആവട്ടെ, പക്ഷേ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. അതായത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ എന്തുണ്ടാവും, റിപ്പൾഷൻ ഉണ്ടാവും. ആ ഫോഴ്സാണ് എന്ത് ചെയ്യുന്നത്, കൂളംസ് ലോ പറയുന്നത്. ആ ഫോഴ്സ് എങ്ങനെയായിരിക്കും എന്നാണ് കൂളംസ് ലോ പറയുന്നത്. ദാറ്റ് ഫോഴ്സ് വിൽ ബി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ്. അതായത് ആ രണ്ട് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡുകൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, Q1 × Q2. അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്, ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഇനി ഈ കൂളംസ് ലോ പറയണ സെക്കൻഡ് ഐഡിയ എന്താണ്, ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇവിടെ ഏതാ R, ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ അതായത് R², അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആര്, ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ. അതാണ് എന്ത് എഴുതിയിരിക്കുന്നത്, F പ്രൊപ്പോർഷണൽ ടു 1/R². അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, ഡിസ്റ്റൻസ് കൂടുന്തോറും ആ രണ്ട് ചാർജുകളുടെ ഇടയിലുള്ള രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അത് ക്ലിയർ ആണ് അല്ലേ. രണ്ട് ചാർജുകൾ തൊട്ടടുത്താണെങ്കിൽ കൂടുതൽ ഫോഴ്സ് ആയിരിക്കും രണ്ടും തമ്മിൽ. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ദൂരം കൂടുന്തോറോ അവർ തമ്മിലുള്ള ഫോഴ്സ് കുറയും. കാരണം എന്താ, അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ കുറയും. കാരണം എന്താ, ഡിസ്റ്റൻസ് കൂടി വരികയാണ്. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റും കൂടി ഒരുമിച്ച് നമുക്ക് എങ്ങനെ എഴുതാം, ദ ഫോഴ്സ് F പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇപ്പോൾ ഈ Q1 ഉം Q2 എന്ന് പറയുന്നത് എന്താ, രണ്ട് ചാർജുകളുടെയും മാഗ്നിറ്റ്യൂഡാണ്. R എന്ന് പറയുന്നത് എന്താ, രണ്ട് ചാർജുകളും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ
കുളംബ് ലോ ജസ്റ്റ് ഒന്ന് വായിക്കാം. കുളംസ് ലോ അല്ലെങ്കിൽ ഇൻവേർസ് സ്ക്വയർ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷനറി ഇലക്ട്രിക് ചാർജസ്, കാരണം അവരെന്ത് ചെയ്യണില്ല, മൂവ് ചെയ്യണില്ല, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോയാണ്, എല്ലാവരും എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം. ഇനി നമുക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് നടത്തിയിട്ട് ഈ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈഡ് ആയിട്ട് എടുക്കാം. അതായത് എഫ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഓക്കെ, നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി മാറ്റി കഴിഞ്ഞാൽ അവിടെ എന്ത് വരും, ഒരു കോൺസ്റ്റൻറ്റ് വരും. ആ കോൺസ്റ്റൻ്റ് ആണ് നമ്മുടെ ഇക്വേഷനിൽ കെ എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എന്താ വരിക, കെ ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ. അപ്പോൾ കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണെന്ത്, 1 ബൈ മീൻസ് 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ. അതിൽ 4 എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്, പൈ എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്, 3.14 ആണ്, അല്ലെങ്കിൽ 22/7 ആണ്. നെക്സ്റ്റ് എന്താ, എപ്സിലോൺ. ആ എപ്സിലോണിൻ്റെ പേരാണെന്ത്, അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ഓക്കെ, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അപ്പോൾ മറക്കരുത്, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ഓക്കെ, ഇനി എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. എപ്സിലോൺ നോട്ടിന് പറയുന്നത് ആണെന്ത്, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ അല്ലെങ്കിൽ വേക്കം. അതായത് നമ്മുടെ മീഡിയം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫ്രീ സ്പേസോ അല്ലെങ്കിൽ എയറോ അല്ലെങ്കിൽ വേക്കമോ ആണെങ്കിൽ നമ്മുടെ എപ്സിലോൺ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, എപ്സിലോൺ നോട്ട് എന്ന് എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു കൺസെപ്റ്റ് ആണ് എന്ത്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതാണ് എന്ത്, എപ്സിലോൺ ആർ എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുന്നത്. ആ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വേറെ പേരുകളാണ് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓർ സ്പെസിഫിക് ഇൻഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ മീഡിയം. മറക്കരുത്, ആ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അതിന് എപ്സിലോൺ ആർ എന്നാണ് വായിക്കുക. അതിൻ്റെ ഫോർമുല എന്താ, എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇൻറ്റു എപ്സിലോൺ ആർ. കാരണം അടിയിലത്തെ എപ്സിലോൺ നോട്ട് ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പോൾ എന്തിനിപ്പോൾ നമ്മളിതൊക്കെ ചെയ്തത്, നമുക്ക് എപ്സിലോണിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എപ്സിലോൺ നോട്ട് ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് എഴുതാൻ പറ്റും. അതായത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ അല്ലെങ്കിൽ വേക്കത്തിൻ്റെയും റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെയും പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എപ്സിലോൺ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഇനി എന്ത് ചെയ്യാണ്, എപ്സിലോണിന് പകരം ഇപ്പോൾ കിട്ടിയ ആൻസർ നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഏത് ഇക്വേഷനിൽ, എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ. ഓക്കെ, അതിലത്തെ കെക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 1 ബൈ 4 പൈ എപ്സിലോൺ എന്ന് കൊടുക്കാം. അതിലത്തെ എപ്സിലോണിന് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം, എപ്സിലോൺ നോട്ട് ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് കൊടുക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ എഫ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അതാണ് ബോക്സിലാക്കി എഴുതിയേക്കുന്നത്, 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു എപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കോളംസ് ലോൻ്റെ എന്ത് ഫോർമുല, എഫ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു എപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി നമ്മുടെ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ അല്ലെങ്കിൽ വേക്കം ഉണ്ടല്ലോ, അതിനൊരു വാല്യൂ ഉണ്ട്. അതാണ് നമ്മുടെ ഹെഡിങ്ങിൻ്റെ അടിയിൽ എഴുതിയേക്കുന്ന ഒരു ബോക്സിൽ എപ്സിലോൺ നോട്ടിൻ്റെ വാല്യൂ എത്രയാ, 8.854 ഇൻറ്റു 10⁻⁻12 കൂളം സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അത് പഠിച്ചു വെക്കണം, നമ്മുടെ പ്രോബ്ലങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതേപോലെ നമ്മുടെ 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ശ്രദ്ധിക്കണം, 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട്, അതിലെന്തില്ല, എപ്സിലോൺ ആറൊന്നുമില്ല. 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ, കാരണം എപ്സിലോൺ നോട്ടിന് വാല്യൂ ഉണ്ട്, പൈക്ക് വാല്യൂ ഉണ്ട്, 4 ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും. അതിൻ്റെ ആൻസറാണ് എന്ത്, 9 ഇൻറ്റു 10⁻⁹ എന്ന് പറയുന്നത്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് അതിൻ്റെ വാല്യൂ ആണെന്ത്, 9 ഇൻറ്റു 10⁻⁹.
ഏതിൽ SI യൂണിറ്റിൽ പറയുമ്പോൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കണം, നമുക്ക് സ്ഥിരം പ്രോബ്ലങ്ങളിലൊക്കെ എന്താണ് ആവശ്യം വരുന്നതാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതിയേക്കുന്നത്. ശരിക്കും ഫോഴ്സ് ഒരു വെക്ടറാണ്, അറിയാലോ നമുക്ക്. ഫോഴ്സ് എന്താണ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ശരിക്കും എന്തുണ്ടാവും, ആ ഫോഴ്സിനൊരു ഡയറക്ഷനും കൂടി ഉണ്ടാവും. അത് നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലത്തെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ക്ലിയർ ആക്കി തരാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സുമായിട്ട് വരുന്നവരെ ബൈ, താങ്ക് യു.